അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റ് എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്, അവിടെ നിന്റെ തിരുമുറിവാർന്ന വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കളെ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവ്വശക്തനും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇടം വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ ചെയ്യാനുള്ളതല്ല,
അത് ദൈവം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്നല്ല ഇന്നലെ പറഞ്ഞത്. ഇനി ഈശോ ഇങ്ങനെയുള്ള എടുത്താൽ പൊങ്ങാത്ത കാര്യം എങ്ങനെ ചെയ്യണമെന്ന് ഈശോ പറയുന്നുണ്ട്. അതാണ് അപ്പനെ കൊണ്ട് ജയിക്കണമെന്ന് ഈശോ പറയണത്. എടുത്താൽ പൊങ്ങാത്ത കാര്യം ഒരു വലിയ കാര്യങ്ങളില്ലേ, അതെന്ത് ചെയ്യണം? അത് അപ്പനെ കൂടി അതിൻ്റെ അകത്ത് കുട്ടി ഇറക്കണമെന്ന്. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും ഞാൻ പിതാവില് പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതൊരു ഭയങ്കര രസമുള്ളൊരു ഇക്വേഷനാണ്. അതായത് നമ്മൾക്ക് ഒരു കാര്യം എടുത്താൽ പൊങ്ങാതെ വന്നാൽ നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് എടുക്കണമെന്നല്ല അതിനർത്ഥം. ദൈവത്തെ ആ ലിഫ്റ്റിങ്ങിൽ പങ്കാളിയാക്കണമെന്നാണ്. അപ്പം ചില കാര്യങ്ങൾ മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഓർക്കുകയെ, ഈ ഫ്രാൻസിസ് അസിസിയൊക്കെ ഇല്ലേ, 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ആ ഫ്രാൻസിസ് സേവിയർ 45 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. ഈ രണ്ട് കക്ഷികളും അവരുടെയൊക്കെ പേരിൽ ഇന്നും എന്തുമാത്രം അത്ഭുതങ്ങളും എന്തുമാത്രം സഭാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവരാണ് ചെയ്യണത്, അതല്ല. അവരിൽ ക്രിസ്തു വഹിച്ചുകൊണ്ട് ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലെ കുറച്ച് മരിക്കുമ്പോൾ 24 വയസ്സേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാർലോ അക്വിറ്റസ് ദിവ്യകാരുണ്യത്തിൻ്റെ സ്വന്തം വിശുദ്ധനാണ്. അപ്പം അവരെന്താ ചെയ്തിരുന്നത്? എൻ്റെ ദൈവത്തിലെ ഇങ്ങനെ 60 കൊല്ലമേ 90 കൊല്ലമേ വിശ്വാസിയായി ജീവിക്കണമല്ല. അക്വിറ്റസിനൊക്കെ പോലെയൊക്കെ 15 കൊല്ലം ജീവിച്ചാൽ മതി. അത് അക്വിറ്റസൊക്കെ ഉയർത്തുന്ന ആവേശം എന്ന് പറഞ്ഞാൽ നിസ്സാര ആവേശമല്ല. വെറും 15 കൊല്ലം ജീവിച്ചാൽ മതി. പക്ഷെ ജീവിക്കുമ്പോൾ അത് ഒന്നൊന്നര ജീവിതമായിരിക്കണം. അവരൊക്കെ വിശ്വാസം ഉറക്കണമെങ്കിലേ, എനിക്ക് അക്വിറ്റസിനൊക്കെ ഉണ്ട് 6ാമത്തെ വയസ്സിൽ തന്നെ വിശ്വാസം ഉറച്ച ആൾക്കാർ. അവരതല്ലേ എല്ലാ നിമിഷവും ഈ ദിവ്യകാരുണ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ദിവ്യകാരുണ്യം തലക്കടിക്കുകയും അതനുസരിച്ച് അതിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പോൾ എന്താണ്? അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ച് എന്നിൽ വസിക്കുന്ന പോലെ, അല്ലേ? സുഭാഷിതം 13:22. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. ഈ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരിലൂടെ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണിത്. ഇനി യോഹന്നാൻ 15:7 വായിച്ചേ. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്തും ചോദിക്കാന്നൊരു അർത്ഥം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് 14:10 വരുമ്പോ ഇത് ഇതില്ല. യോഹന്നാൻ 15:10 15:7 പൂർണ്ണമാകണത് 14:10 തോന്നുന്നത്. എന്താ കാര്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച്, ഇത് ഉടമ്പടിയാണ് ഈ പറഞ്ഞ കേട്ടോ. ഉടമ്പടി അതല്ലേ? പിതാവിൻ്റെ കൽപ്പന പാലിച്ച് പുത്രൻ ജീവിക്കുന്നു, പുത്രൻ്റെ കൽപ്പന പാലിച്ച് സഭ ജീവിക്കുന്നു, അതല്ലേ ഉടമ്പടി. അപ്പം ആ ഉടമ്പടിയിൽ എന്താ? ആ ഉടമ്പടിയുടെ റിസൾട്ട് എന്താണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അത് വലിയ പ്രവൃത്തികളാണത്. അപ്പം നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്താ കാര്യം? ഈശോ അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഉടമ്പടിയിൽ പെർഫെക്റ്റായി കഴിയുമ്പോൾ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും, ദൈവത്തിൻ്റെ റേഞ്ചിൽ ചെയ്യും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ലിഫ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് ദൈവത്തിന് തോന്നിയാൽ ദൈവം തന്നെയായിരിക്കും നമുക്ക് വേണ്ടി ചെയ്തിട്ട് അത് നമ്മുടെ അക്കൗണ്ടിലാക്കി തരും. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ദൈവത്തിന് വേണ്ടി ഇവിടെ പൂർത്തിയാക്കുന്നത്. അപ്പം നിങ്ങൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണേ. എൻ്റെ പേര് അശ്വത. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 11, 2024
ഞാനിവിടെ കൃപാസിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ട്രോൾ വഴിയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണിത്. എൻ്റെ ചേച്ചി എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരത്തില്ല, ഞാൻ വേണമെങ്കിൽ കൂട്ടിന് വരാം, അല്ലാതെ ഉടമ്പടി ഒരിക്കലും ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാൻ എനിക്ക് പെട്ടെന്ന് ഉടമ്പടി എടുക്കാനൊരു അവസരം വന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇവിടെ വന്ന് ക്ലാസ് കൂടിയപ്പം നമ്മൾ 6 നിയോഗമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഞാനും ചേച്ചിയും പറഞ്ഞു നമുക്ക് 3 മാസം എടുക്കാം, പിന്നെ നമുക്ക് മാർച്ച് ആകുമ്പോൾ ഞങ്ങൾക്ക് പുതുക്കേണ്ട ടൈമാണ്. അപ്പോൾ നമുക്ക് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും പിള്ളേരുടെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നെ ജൂണിൽ തുടങ്ങാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ 6 നിയോഗം ഇട്ട് ഞങ്ങൾ അപ്പോൾ എൻ്റെ അവത്തിൽ 6ൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ നെയ്ബറായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. നമ്മുടെ വീടിൻ്റെ മേലോട്ടായിരുന്നു മരം കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പല വഴിക്കും അത് എങ്ങനെ വെട്ടാമെന്നൊക്കെ ചോദിച്ചു, പക്ഷേ അവരൊരിക്കലും സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ പേരൻസിന് പ്രായമായിട്ടുള്ളവർ, അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും, ഇടയ്ക്ക് വിളിച്ചവർക്ക് കാറ്റും മഴയൊക്കെ വരുമ്പോൾ എപ്പോഴും വിളിക്കും, എനിക്ക് പേടിയാവുന്നു, വീഴുവോ എന്നിങ്ങനെ എപ്പോഴും വിളിക്കും. അപ്പോൾ ഞങ്ങൾക്കും അത് ഇവിടെ നിന്ന് കേൾക്കും, ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പല വഴിക്കും ഞങ്ങളത് പറഞ്ഞു നോക്കി, പഞ്ചായത്ത് വഴി, അങ്ങനെ പല രീതിയിൽ നോക്കിയിട്ട് ഒരിക്കലും അടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വണ്ടി കയറി ബസ്സിൽ കയറി പോകും. ഞാൻ ആദ്യം മെസ്സേജ് നോക്കി, വാട്സപ്പ് നോക്കിയപ്പം ചാച്ചൻ്റെ മെസ്സേജ് കിടക്കുകയാണ്, അവർ ചില്ല വെട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, അവരൊരിക്കലും വെട്ടത്തില്ലെന്ന് പറഞ്ഞവരായിരുന്നു അവർ. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പതുക്കെ ഉടമ്പടി ഫലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഉടമ്പടി എടുത്തു. അപ്പം ചില്ല മാത്രം വെട്ടിയുള്ളൂ. അപ്പോൾ ഡിസംബറിലാണ് ചില്ല വെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും വീട്ടിൽ പോയി ഉപ്പ് ഇവിടുന്ന് മണ്ണ് എടുത്തുകൊണ്ട് അതിലിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളും അത് വിട്ടു. പിന്നെ വലിയ അമ്മയ്ക്കും ചാച്ചനായാലും വിഷമം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് പോട്ടെ എന്നുള്ള, മാതാവ് നോയിക്കോളും എന്നുള്ള മാതാവിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചത്. എപ്പോഴും പ്രാർത്ഥനയിൽ ഇതെപ്പോഴും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ജൂൺ ആയപ്പോൾ എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമായപ്പോൾ ഞാനൊരു ദൈവമേ എനിക്കിത് ഈ സാക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്കിത് ചില്ല മാത്രമേ, ഞാൻ മരം വെട്ടാനല്ല ഞാൻ നിയോഗം വരുതേ, ചില്ല മാത്രം വെട്ടി ഞാൻ എങ്ങനെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 8:30 വാട്സപ്പ് നോക്കിയപ്പോൾ അമ്മ മെസ്സേജ് ഇട്ടേക്കുക, മക്കളെ അവർ മരം വെട്ടിക്കൊണ്ടിരിക്കുക, 1 അല്ല 4 മരം നമ്മുടെ ഇവിടെ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതെങ്ങനെ നടന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അമ്മമാത ഇറങ്ങി വന്ന് സഞ്ചാരിമാത അവിടെ വന്നോട് പ്രവർത്തിച്ചൊരു സംഭവമായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. എൻ്റെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോന് വേണ്ടിയാണ്. എൻ്റെ മോൻ്റെ പേര് ഇവാൻ, അവൻ 6th പഠിക്കുന്നു. കൊറോണ ടൈം, അത് ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കൊറോണ ടൈം വരുന്നത്. അപ്പം അന്ന് തൊട്ട് സ്കൂളിൽ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ പതൊക്കെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് പ്രത്യേകിച്ച് എനിക്കും ഹസ്ബൻഡാണ് അതിനെക്കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത്. TV ഒക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ പേരൻസിന് അറിയാതെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുടെ പേരൻസ് മനസ്സിലാവും അതിൻ്റെ വിഷമം എന്താണെന്ന്. ചുമ്മാ ചിരിക്കുക, TV കാണുമ്പോൾ ചാട്ടവും ബഹളവും, നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെടും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൂടെ അവൻ അറിയുന്ന പോലും ഇല്ല, കാണത്തില്ല ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം. ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉടമ്പടി എടുത്ത് ജാനുവരി ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കൊണ്ട് പിന്നെ ബ്ലസ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് പോകേണ്ടത് ഞാൻ വിളിച്ചു ചോദിച്ചു അച്ഛനുണ്ടോ. അപ്പോൾ അച്ഛനുണ്ട്, 1:30 വരെ ഉള്ളൂ, അതിൻ്റെ മുന്നേ വന്ന് എടുക്കണമെന്ന് പറഞ്ഞു കൂപ്പണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 1:30 കഴിഞ്ഞു, ഓഫീസ് അടച്ചു. എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ കാരണമാണ് ലേറ്റ് ആയത്, ബ്ലോക്ക് ഉണ്ടായിരുന്നു, മൊത്തം പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ അവിടെ വിഷമിച്ചു പോയി. പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോൺ പോലും എടുക്കാതെയാണ് കൃപാസനത്തിൽ ഇറങ്ങി. ഹസ്ബൻഡും പിള്ളേരും കാർ പാർക്ക് ചെയ്യാൻ പോയി. അവിടെ നിന്നപ്പോൾ ഓഫീസിൽ നിന്നപ്പോൾ അകത്തുനിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാ പ്രശ്നം, കയറി വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ എൻ്റെ മോൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആ ചേട്ടനോട് എന്നെ പറ്റി, മോൻ എന്താ പറ്റി, ഞാൻ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് മാത്രം എനിക്ക് വേറെ ഒന്നിൻ്റെ വായിന്ന് വരുന്നില്ല, എനിക്ക് എന്നെ പറയേണ്ടതെന്ന് പോലെ ഞാൻ അങ്ങനെ കരയുക. അപ്പോൾ ചേട്ടൻ വിഷമിക്കേണ്ട, ഇപ്പം വേണേൽ അച്ഛൻ ഇപ്പം പോവും, പെട്ടെന്നൊരു കൂപ്പൺ തരാമെന്ന് എഴുതുന്നത്. അപ്പം എൻ്റെ ഫോണില്ല, അന്ന് വിളിച്ച് പറയാൻ, മോനെ കൂടി കയറ്റി വിടാൻ പോലും പറയാൻ എൻ്റെ ഫോണില്ല, ഭയങ്കര തിരക്കും. ഞാൻ അവിടെ നിന്ന് എന്നെ മാതാവിന്ന് വിളിച്ചപ്പോൾ നോക്കുക എൻ്റെ മോൻ്റെ കൈ പൊക്കി കാണിക്കും അങ്ങ് ദൂരേന്ന്. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ വലിച്ച് പെട്ടെന്ന് ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നു. മോനെ അച്ഛൻ ഇവിടെ വന്ന് ബ്ലസ് ചെയ്തപ്പോൾ ഞാനവിടെ മോൻ സർവശക്തനെ പിതാ കുഞ്ഞ് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ സർവശക്തനെ പിതാ ചൊല്ലിക്കൊണ്ടിരുന്നു. അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥന കരയുമായിരുന്നു എൻ്റെ മോന് വേണ്ടി. അങ്ങനെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചുപോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ അത് വിട്ട് കഴിഞ്ഞ് ഒരു മാർച്ചൊക്കെ ആയപ്പം ഇവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എക്സാമിന് ഒത്തിരി ബ്രേക്ക് ഉണ്ട് ഇവർക്ക് എക്സാം ടൈമിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇപ്പം മോനെ വീട്ടിലുണ്ട്, അപ്പോൾ TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചുമ്മാ അവിടെ ഇരുന്ന് കാണും, സാധാരണ ഒരാൾ എങ്ങനെ TV കാണും അങ്ങനെ കാണുക. അപ്പോൾ ഞാൻ 2-3 ദിവസം ശ്രദ്ധിക്കുന്നത്, പിന്നെ എന്നെ പ്രശ്നമൊന്നും ഇല്ല, ഇതിന് എന്നെ പറ്റിയെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് അപ്പം മനസ്സിലായി എൻ്റെ അമ്മമ്മ അതെൻ്റെ മോനെ തൊട്ട് നിൽക്കും മനസ്സിലായി.
അങ്ങനെ എൻ്റെ മോന് പൂർണ്ണമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്ന് സൗഖ്യം കിട്ടി. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഐ ടി ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കറിയാം നല്ല ഭയങ്കര സ്ട്രെസ്സും ഉള്ളൊരു ഫീൽഡാണ്. ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അതിടയ്ക്ക് ഹസ്ബൻഡ് 16 ഇയേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ വേറെ ജോലി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഹസ്ബൻഡിനും അറിയാം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ, പക്ഷേ കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. ജോലി മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പിന്നെ 2 വർഷമായിട്ട് ഹൈക്കില്ല. പിന്നെ ഇപ്പോൾ ഒരു ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. ഒരു 9:30 ഒക്കെ വീട്ടിൽ വന്നാലും 10:30 മീറ്റിംഗ്. അപ്പോൾ കിടക്കാൻ നേരത്ത് 11 മണിയാകുമ്പോൾ ചുമ്മാ ഫോൺ നോക്കുമ്പോൾ സ്കൈപ്പിൽ കിടക്കുന്ന 1:30 രാത്രി 1:30 മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കാൻ ഉറക്കമില്ല. അപ്പം ഹസ്ബൻഡ് പിള്ളേരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിക്കുന്നത് തന്നെ വാട്സപ്പിൽ കൂടെയാണ്, ഫോണിൽ കൂടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യില്ല. ഞങ്ങൾ തന്നെ സംസാരിക്കും. ഞങ്ങൾക്ക് അത്രയും ഉണ്ടാകും. ഞങ്ങൾക്ക് അങ്ങ് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് നേരെ കാണാൻ പോലും ശരിക്കുമ്പോൾ നേരമില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡ് എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു ഹസ്ബൻഡ് ജോലി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ കൃപാസനം വരുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അനുഭവത്തോടെയാണ് ഞാൻ ഇവിടെ വന്നതും. പക്ഷേ പത്രം കൊടുക്കുക അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ രാവിലെ എഴുന്നേ 12 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. ഹസ്ബൻഡിൻ്റെ പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നെ ചോദിക്കുന്നത് ഇപ്പം ഫുൾ ടൈം പ്രാർത്ഥനയാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ ഹസ്ബൻഡിനോട് വന്ന് അച്ഛനാണെങ്കിൽ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുക, എന്തെങ്കിലും അപ്പോൾ ചെയ്യത്തില്ല, വാശിയാണ് ചെയ്യത്തില്ല, എനിക്ക് വേണ്ട, എൻ്റെ ആവശ്യമില്ലെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ പതുക്കെ ആർക്കും മനസ്സിലായി. ഒരു ഇൻ്റർവ്യൂ കോളും പോലും പേരിന് പോലും വരുന്നില്ല. ഇടയ്ക്ക് വന്നാൽ പോലും ഇൻ്റർവ്യൂ സെലക്ട് ആവും, HR റൗണ്ട് വരെ കഴിയും. പക്ഷേ പിന്നെ ഓഫർ ലെറ്റർ വരുന്ന ടൈം ആകുമ്പം ഒരു ഓഫർ ലെറ്റർ പോലും ഇല്ല. പിന്നെ എന്നോട് വിളിച്ചു എന്താ ഓഫർ ലെറ്റർ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പിന്നെ റിപ്ലൈ ഇല്ല. ഹോൾഡിലാന്ന് എപ്പോഴും ഹോൾഡ് എന്ന് വാക്ക് നമ്മൾ കേട്ടില്ല. നമ്മൾ മടുത്തു. അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അച്ഛന് ലേറ്റായിട്ട് വരും. ഇപ്പോൾ സൺഡേ നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പം പോലും വരും, നമുക്ക് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ കുർബാനയ്ക്ക് ഇറങ്ങി മീറ്റിംഗ് കൂടുകയായിരുന്നു പതിവ്. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ ആൾക്ക് മനസ്സിലായി, മെറിറ്റെല്ലാം പോയി എന്നുള്ളത് മനസ്സിലായി. ഞാൻ പതുക്കെ നോക്കുമ്പോൾ എൻ്റെ കൃപാസനെക്കുറിച്ചുള്ള യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു ദിവസം പറഞ്ഞു നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, എന്താ അങ്ങനെ പറയാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് പറഞ്ഞ് ഇടപെട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞു 5:30 ആകുമ്പോൾ എന്നെയും വിളിക്കണം, പ്രത്യക്ഷണ പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉടമ്പടി ഞാൻ ഒന്ന് പുതുക്കി കഴിഞ്ഞ് അപ്പം പതുക്കെ ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത് IT ഫീൽഡുള്ളവർക്ക് മനസ്സിലാവും. 3-4 റൗണ്ട് ഉണ്ട്. ഒരു 1.5-2 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും, ടെക്നിക്കൽ റൗണ്ട്, അങ്ങനെ പല റൗണ്ട്സും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഞാനപ്പം ഇപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും മിക്കതും. അപ്പോൾ ഞാൻ ആ സമയത്ത് കാശുരൂപം കൊടുക്കും, ഉപ്പിട്ട് പ്രാർത്ഥിക്കും, എല്ലാം തേന് ഉപ്പെല്ലാം കൊടുക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഫുൾ ടൈം ഞാൻ കൊന്തയും ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി നീലയും പച്ചത്തിരിയും കത്തിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഒരു കൊന്ത ചൊല്ലി തീരുന്നതിന് മുന്നേ തന്നെ ആൾ ഇറങ്ങി വരും, ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സംശയം ഇൻ്റർവ്യൂ തന്നെയായിരുന്നു, എനിക്ക് അറിയത്തില്ല, അവർ എന്നെ ചോദിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, ചുമ്മാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ പിന്നെ CEO റൗണ്ട് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഫാമിലി കാര്യങ്ങളാണ്, പിള്ളേരുടെ പേരെന്താ, ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ CEO റൗണ്ട് എന്നൊക്കെ പിള്ളേർക്കും അറിയാം ഭയങ്കര ടെക്നിക്കൽ ആയിരിക്കും. അതൊന്നുമില്ല. പെട്ടെന്ന് 10-15 മിനിറ്റ് അരമണിക്കൂർ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വരുന്നു ഇൻ്റർവ്യൂ ക്ലിയറായി. അപ്പോൾ അച്ചാച്ചൻ തന്നെ സംശയത്തെ എങ്ങനെ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നോട് ചോദിച്ചില്ല ഇൻ്റർവ്യൂ തന്നെയാണോ നടന്ന് അങ്ങനെ. അപ്പോൾ ഞാൻ എത്ര എമൗണ്ടാണോ ഇതിന് ഉടമ്പടിയിലിട്ടത് നിയോഗത്തിലിട്ടത് ആ സെയിം എമൗണ്ടാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1 വീക്കിനുള്ളിൽ ഇതിന് വേറൊരു കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. ആ കോൾ വന്നപ്പം ഇതുപോലെ തന്നെ പല റൗണ്ടുകൾ കഴിയുന്നു. ഇന്ന് ഒരു അരമണിക്കൂറിനുള്ള റൗണ്ട്സ് ക്ലിയർ ആവുന്നു. എല്ലാം അതും 1 വീക്കിൽ അതും ക്ലിയറായി. പക്ഷേ അവർ പറഞ്ഞ ഓഫർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട സെയിം എമൗണ്ട് ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത എമൗണ്ട്, ഞങ്ങൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു എമൗണ്ട് ആയിരുന്നു മാതാവ് തന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഹസ്ബൻഡ് ജൂൺ 10 അവിടെ ജോയിൻ ചെയ്തു. അമ്മ മാതാവിന് തിരുമ 1000 നന്ദിയോടെ ഞങ്ങൾ ഇത്രമാത്രം ഉയർത്തിയേന്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പം സത്യം പറഞ്ഞ ഉടമ്പടി നിയോഗത്തിലെ കാര്യങ്ങൾ സാധിച്ചതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണ് മാറ്റം വന്നത്. എൻ്റെ ചുറ്റും 4 പള്ളികൾ ഞാൻ താമസിക്കുന്നിടത്തുള്ള ഇത്രയും നാളും കാണാതെ പോയ പള്ളികളാണത്. എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാ പള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നൊന്നും നടക്കാനുള്ള ദൂരമുള്ള പള്ളികളൊന്നല്ല, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എനിക്ക് എവിടെയൊക്കെ പള്ളിയുണ്ടെന്നോ എവിടെയൊക്കെ എത്ര മണിക്ക് കുർബാനയെന്ന് പോലും എനിക്കിപ്പോൾ അറിയാം. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും ഇതെന്നെ ഫുൾ ടൈം പള്ളി തന്നെയാണോ എന്ന് ചോദിക്കും.
അങ്ങനെ ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നത് 3:30. അപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാനോ രാവിലത്തേനും പോകാൻ പാടാം. 7 മണിക്ക് ഒരു ബസ് വരും. അപ്പോൾ എനിക്ക് രാവിലത്തേനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പള്ളി കുർബാനയുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പോകാൻ തോന്നി. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ഓർമ്മ ഞാനാണ് ഈ പോകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നട്ടുച്ച വെയിലത്തൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ ആദ്യമൊക്കെ ഓൺലൈൻ കുർബാനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുർബാന സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് കൊതിയായിരുന്നു. കാരണം നമ്മൾ ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ നമുക്ക് അത്രയും അതിനേക്കാൾ എനിക്ക് ഈശ്വരനെ സ്വീകരിക്കും. ഓൺലൈൻ കുർബാന കാണും, എനിക്ക് ഈശ്വരനെ സ്വീകരിക്കണം, എൻ്റെ നാവിൽ തന്നെ സ്വീകരിക്കണം എന്നുള്ള തോന്നില്ല. അങ്ങനെ എനിക്ക് അങ്ങ് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ആദ്യമൊക്കെ പള്ളിയിലാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ എനിക്ക് പള്ളിയിൽ കൊടുക്കാനൊരു മടിയാണ്, കാരണം എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ജംഗ്ഷനിൽ സ്കൂട്ടർ വെച്ച് ഞാൻ പിന്നെ ആ ജംഗ്ഷൻ ഫുൾ നടന്ന്, ഈ ഉച്ചയാണെന്നൊന്നും നോക്കത്തില്ല, ഉച്ചയ്ക്കായാലും മഴയായാലും എല്ലാം ഞാൻ നടന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. ആ വെയിലത്തൊക്കെ പണ്ട് മാർച്ചിലൊക്കെ വെയിൽ ഭയങ്കര ചൂടല്ലേ, പക്ഷേ എനിക്ക് ആ വെയിലത്ത് പോലും നടന്നിട്ട് എനിക്ക് ക്ഷീണമില്ല. എനിക്ക് വെള്ളം കുടിക്കണമെന്നോ തളർച്ചയോ ഒന്ന് വീട്ടിൽ വരെ ഫ്രഷ് ആയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഈ ചമ്മലാണോ അവരെന്നെ നമ്മൾ ഡെയിലി കാണുന്നവരാണ്, അവരെന്നെ നമ്മളെക്കുറിച്ച് വിചാരിക്കും, അവരെന്നെ പറയും എന്നുള്ള തോന്നലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ആ സമയത്ത് ഞാൻ താമസിക്കുന്നിടത്ത് വേണ്ടേ ആദ്യം പ്രേക്ഷിതപ്രവർത്തനം ചെയ്യാനും. അങ്ങനെ ഞാൻ ഞാൻ ഡെയിലി പത്രം കൊടുക്കും. പത്രത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി എണ്ണ തേച്ചാണ് ഞാൻ കുരിശ് വരച്ചാൽ കൊടുക്കാറ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഫ്ലാറ്റുകൾ കയറി ഇറങ്ങി, ഓരോ ഫ്ലാറ്റിലും കയറി എനിക്ക് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ 3 കെട്ട് എപ്പോഴും മേടിക്കാറാകത്ത്, 1 കെട്ട് പത്രം എപ്പോഴും ഫ്ലാറ്റിലാണ് കൊടുക്കാറ്. ഇപ്പോൾ എനിക്ക് ഫ്ലാറ്റിൽ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആത്മജീവിതം ഞാൻ വിട്ടുപോയത്, ഞങ്ങളിപ്പോൾ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പേരിന് അത് സന്ധ്യാപ്രാർത്ഥന വിളിക്കുമ്പോഴേ ഇവർ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ, TV കാണണം അങ്ങനെ. അപ്പോൾ നമ്മളും ദേഷ്യപ്പെടാം, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളതാണ് നമ്മൾ അതുപോലെ വഴക്കായിരുന്നു. നമ്മളിപ്പം രാത്രി 12 മണിക്ക് വിളിച്ച പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, 2 ഇടവും വാലവും നിന്ന് മുട്ടുകുത്തി നിന്ന് അവർ ഇപ്പോൾ കൊന്ത പിടിക്കാൻ വരെ അവരടിയായിരുന്നു. അതുപോലെ കൊന്ത പിടിച്ചാണ് അവർ അതിന് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഞങ്ങൾ ആത്മജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇത് വന്നത് ആത്മജീവിതത്തിലാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോം, ഓർഫനേജിലൊക്കെ പിള്ളേരെയും കൊണ്ട് തന്നെ പോകാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കൃപാസനം ഉടമ്പടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ മാസം അവസാന സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ എവിടെയെങ്കിലും ഓർഫനേജോ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമോ വയ്യാത്തവരെ കാണാൻ പോകാറുണ്ട്. പിന്നെ ഓൺലൈനും അല്ലാതെ അറിയാൻ സഹായം വേണ്ടവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഒരു കുട്ടീനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ആരാ എന്തോന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അമ്മ അതത് കാണിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പറയില്ല, എവിടെ പോയാലും ലോകത്തിൽ എവിടെ പോയാലും ഒരു മലയാളി കാണുമെന്ന്. അതുപോലെയാണ് ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ എവിടെ പോയാലും ഈ കൃപാസന ഉടമ്പടി എടുക്കാത്ത ആരെങ്കിലും കാണാതിരിക്കത്തില്ല. അത്രയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസന മാതാവേ യേശുവച്ച നന്ദി. എൻ്റെ പേര് അരുൺ. എൻ്റെ ഭാര്യ പറഞ്ഞ പോലെ ഞാൻ എറണാകുളത്ത് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ 16 വർഷമായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 2 വർഷമായിട്ട് ഹൈക്കുകളൊന്നും കിട്ടുന്നില്ല. IT-യിലുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും അവിടെ ഒരു ഹൈക്ക് ഉണ്ടാകും. പക്ഷേ 2-2.5 വർഷമായിട്ട് ഹൈക്ക് കിട്ടുന്നില്ല. അപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസ് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ എൻ്റെ ഭാര്യ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി, വരുന്നതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വന്നത് ജസ്റ്റ് ഒരു ടെസ്റ്റായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും പിന്നെ നമ്മളുടെ ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് കേട്ട് മനസ്സിലാക്കണം. IELTS പോകുന്ന പോലെ ലാംഗ്വേജ്, റിട്ടേൺ, ലിസണിങ്, അങ്ങനെയുള്ളൊരു ടെസ്റ്റ് മാത്രം. അപ്പം അത് ഞാൻ ക്ലിയറായി. അതിൻ്റെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എന്നെ അവർ വിളിച്ചിട്ട് എൻ്റെ സെക്കൻഡ് റൗണ്ട് വന്ന് ആകെ 2 ചോദ്യമാണ് ചോദിച്ചത്. അത് കഴിഞ്ഞു, ക്ലിയറായി. നെക്സ്റ്റ് വന്ന് HR വന്ന് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. നോർമലി ഇതിനു മുമ്പുള്ള എല്ലാ ഇൻ്റർവ്യൂസും മിനിമം 45 മിനിറ്റ് എന്നോട് ചോദ്യം ചോദിക്കും. 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പം പല സിനാരിയോസ് തന്നിട്ടുണ്ടാകും. ഇത് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൊണ്ട് എന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് അടുത്ത പോസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഹയർ പൊസിഷനിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ക്ലിയർ ആയത്. പിന്നെ വീണ്ടും 1-2 ഇൻ്റർവ്യൂസും കൂടെ വന്നു.
ആദ്യം നെക്സ്റ്റ് വന്ന ഇൻ്റർവ്യൂ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ, ടെക്നിക്കൽ റൗണ്ട്. ആ 90 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ അവിടുന്ന് HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് HR റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു, അല്ല ടെക്നിക്കൽ റൗണ്ട് ക്ലിയർ ആയിരിക്കുന്നു, ഇനിയുള്ളത് CEO റൗണ്ടാണ്. CEO റൗണ്ടിനും വീണ്ടും ഏകദേശം ഒരു 1 അവറിന് മേളിലുണ്ടായിരുന്നു. പുള്ളി കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ചോദ്യം ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ബാക്കി അല്ലാതെ വൈഫ് എന്ത് ചെയ്യുന്നു, ഇതിന് മുമ്പ് എവിടെയാണ് പഠിച്ചത്, പിള്ളേരുടെ പേരെന്താണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഓക്കെ പറഞ്ഞു. അതിനുശേഷം HR വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് ഞാൻ ഇവിടെ ക്യാൻഡിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടപ്പോൾ ഇട്ടിരുന്ന അതേ എമൗണ്ട്, പക്ഷേ അത് ഞാൻ ചോദിച്ചിരുന്നില്ല, അതേ എമൗണ്ട് മാതാവ് എനിക്ക് തന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് ആദ്യം പറഞ്ഞ ഇതാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കഴിഞ്ഞ ദിവസം അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പത്രോസ്ലീഹ മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചു, രാത്രി മുഴുവൻ ശ്രമിച്ചു. പക്ഷേ യേശുദേവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവിടെ ഇട്ടു. അപ്പോൾ ഒരു സംശയവും കൂടാതെ പത്രോസ്ലീഹ അവിടെ വലയിട്ടു. അവിടെ മീൻ എത്രയാണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അനുഭവത്തിലെ കാര്യമാണിത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ കഴിവല്ല, എല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതുപോലെ ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ 4 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിലാണ്. ഒരു ചേച്ചി എന്ന് പറയുമ്പോൾ ഉടനെ ഉടമ്പടി എടുക്കും, അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിലെ അമ്മയായാലും എൻ്റെ അമ്മയായാലും എല്ലാവരും ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിലാണ് നയിക്കുന്നത്. അവർക്ക് കണ്ട് പ്രായമായതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിക്കത്തില്ല, പക്ഷേ 2 പേരും ഉടമ്പടി തന്നെയാണ്. അപ്പം ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈയിടെ രാവിലെ 5:30 എഴുന്നേക്കാൻ പറ്റില്ല, ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പം എന്നെ രാവിലെ വിളിച്ച്, മോളെ ഞാൻ എഴുന്നേറ്റില്ല, പക്ഷേ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഡെയിലി ബ്രെഡിൽ അച്ഛനിങ്ങനെ ആദ്യം തുടക്കത്തിൽ പ്രാർത്ഥനയില്ല തുടങ്ങി. പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞ് പ്രായമുള്ളവർ 5:30 എഴുന്നേക്കാൻ ഇച്ചിരി മടിയുണ്ട് ഇടയ്ക്ക്. അപ്പം ഞാനത് അറിയുന്നുണ്ടെന്ന് ഇങ്ങനെ രീതി അച്ഛൻ പറഞ്ഞു. അത് അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ആദ്യമായി ഇത്രയും നാളോട് അച്ഛൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല, ആദ്യമായാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്. അപ്പം അമ്മ പറഞ്ഞു, അച്ഛനെല്ലാം കാണുന്നുണ്ട്, അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി അത് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണ്. എൻ്റെ മോൾക്ക് ഇടയ്ക്ക് നെക്ക് പെയിൻ വരും. അപ്പോൾ നെക്ക് പെയിൻ വരുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്കൂളിൽ തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞ, അമ്മ ഞാൻ ബസ്സിൽ കയറിയപ്പോഴേ നെക്ക് പെയിൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ, മോളെ ഞാൻ അമ്മ തന്നില്ല, ഞാൻ തൈലം പൂശിയതല്ല, അതുകൊണ്ടാണ് പോയത്, അമ്മ മാധവ് മാറ്റി തന്നാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെ ഞാനാണെങ്കിൽ ബസ്സിൽ കയറിയപ്പോഴേ ഞാൻ കൊന്ത പിടിച്ച് എൻ്റെ കൃപാസന അമ്മയെന്ന് വിളിച്ചു, അപ്പോഴത്തേക്ക് എൻ്റെ നെക്ക് പെയിൻ അങ്ങ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ഈ പ്രായത്തിൽ എൻ്റെ മോൾ അങ്ങനെ പറയുന്നുണ്ട്, അവളുടെ വലുതാകുമ്പോഴും എൻ്റെ മക്കളുടെ കൂടെ അമ്മ മാതാവ് ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ മരണം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടമ്പടി തന്നെ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഉടമ്പടി ജൂണിൽ പിന്നെ പുതുക്കാമെന്ന് പറഞ്ഞ വ്യക്തികളാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ 90 ദിവസം എണ്ണിയായിരിക്കുന്നത്, എന്ന് ഞങ്ങൾ അടുത്ത ഉടമ്പടി എടുക്കണം. ഞങ്ങൾ ജീവിതകാലം മൊത്തം ഞങ്ങൾ ഉടമ്പടി നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ എൻ്റെ കാശ് രൂപം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എൻ്റെ പെട്ടിക്കകത്ത് എൻ്റെ കൂടെ എൻ്റെ കാശ് രൂപം കൂടെ കാണണമെന്ന്. അതുപോലെ എനിക്ക് ആ കാശ് അത്ര വിലപ്പെട്ടതാണ്. അതിൽ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ കാശ് രൂപം കൊണ്ടാണ് ഇരിക്കാറ്. ഞങ്ങളിപ്പോൾ എവിടെ പോയാലും തൈലം പൂശി ഉപ്പും തേനും ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ അമ്മമാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. 145 സങ്കീർത്തനം 19 തിരുവചനം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അശ്വതയുടെയും കുടുംബത്തിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പലരും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് പോലെ ട്രോള് കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കൃപാസനത്തിനോടൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ചിലരൊക്കെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കാണണം, ഇവിടെ പറയുന്നത് എന്താണെന്ന് കാണണം. സാക്ഷ്യത്തിൻ്റെ അടുത്തായാലും ചിലരൊക്കെ വന്ന് വളരെ സ്ക്രൂട്ടിനി ഒബ്സർവേഷനൊക്കെ നടത്തി പോകുന്നത് നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട്. എന്തായാലും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ളവർ പലരും ഇവിടെ വന്ന് ഇന്ന് നാം ആരാധനയിൽ പ്രാർത്ഥിച്ചതുപോലെ ആഴത്തിൽ എന്നോട് ഇടപെടണേ എന്നുള്ള ആ പ്രാർത്ഥന ഇന്ന് ഇവരുടെ കുടുംബത്തിൽ വളരെ ശക്തമായിരിക്കുകയാണ്. ഈശോ വളരെ ആഴത്തിൽ ഇടപെട്ട് വളരെ ആത്മാർത്ഥമായി ഇടപെട്ട ഒരു ജീവിത സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അശ്വത താൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ വളരെ വിശ്വസ്തയായിരുന്നു എന്ന് ഏറ്റു പറയുന്നു. തനിക്ക് എപ്പോഴും തനിക്കില്ലാതിരുന്ന പല ഗുണങ്ങളും തനിക്ക് കയറി വന്നു. തനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അടുത്ത് 4 പള്ളികളുണ്ടായിരുന്നു, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അത്രമാത്രം സ്വാർത്ഥയായിരുന്നു, കാരണം എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റുള്ളവരെ ഞാൻ ഉപദ്രവിക്കാനൊന്നും പോയില്ലെങ്കിലും ഞാൻ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ആ ഒരു ഹൈ ലെവലിൽ നിന്ന് ഈശോയിലേക്ക് വളർന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു സിംപ്ലിസിറ്റി, ആ ഹ്യൂമിലിറ്റി, പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മാത്രം ചെറുതാകാനും അത്ര വലുതാകാനും ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത. ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആദ്യമായി താൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു മരങ്ങളുടെ നെയ്ബർഹുഡിലെ മരങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നത് ഇവരുടെ ചുമരിനെയും വീടിനെയും വളരെ മോശമായി ബാധിക്കുമായിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയിരുന്നുകൊണ്ട്, ഇൻലോസ് വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവരോട് വഴക്ക് പിടിക്കാനൊന്നും പോയില്ല. നല്ല ഫാമിലിയാണ്. പക്ഷേ ഇവർ പറയുന്നതൊക്കെ അവർ വളരെ മോശമായി എതിർക്കുകയും സംസാരിക്കുകയും നമുക്കൊന്നും കേട്ടാൽ മോശമായി തോന്നുന്ന വളരെ മോശമായ രീതിയിലായിരുന്നു അവരോട് എതിർത്തിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്ത് ഇവിടെ നിറങ്ങിയ ഉടനെ തന്നെ ചാച്ചൻ ഇവർക്ക് ഒരു മെസ്സേജ് വിട്ടു. അവർ ചില്ല മുറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവർ 4 മരങ്ങളും മുറിച്ച് ഇവരുടെ ഉടമ്പടി നിയോഗം ആദ്യത്തെ സാധിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, ചില കാര്യങ്ങൾ സംശയിക്കുന്നവർക്ക് ഇൻസെൻറ്റീവായി വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഉത്തരം നൽകുമെന്ന്. ഇൻസെൻറ്റീവായി കൊടുത്ത ആ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ടച്ച് അശ്വതയ്ക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി അനങ്ങി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കരുതെന്ന് അച്ഛൻ പറയാറുണ്ട്. അവിടെയാണ് അശ്വത ഇവിടെ രക്ഷപ്പെട്ടത്. തൻ്റെ കുടുംബത്തെ മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുവാനും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് തങ്ങളുടെ കുടുംബത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബം, അശ്വതയ്ക്ക് അവസാനമായി പറയാനുള്ളത് ഇതാണ്: ഞാൻ മരിച്ചു പോയാലും എൻ്റെ മക്കൾ ഇനി ഉടമ്പടിയിൽ തുടരുമെന്ന വലിയ ദൃഢമായ വിശ്വാസത്തിലാണ് തൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വലിയ വിശ്വാസ ജീവിതം ഇതിലേക്ക് കടന്നു വരുവാനും പടിപടിയായി ഈശോയെ സ്നേഹിക്കുവാനുമുള്ള ഒരു ദൈർഘ്യം തനിക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. നാം കാണുന്നുണ്ട്, അശ്വത പത്രം കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ചമ്മലൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുന്ന വെറോനിക്കയെ പോലെ ഈ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള ആ ഒരു വലിയ ഇൻറ്റിമസിയിലേക്ക് ഈ കുടുംബം എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സാക്ഷ്യത്തെ കൺക്ലൂഡ് ചെയ്യാം. ഇവരുടെ ജീവിതം എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കട്ടെ. പരിശുദ്ധ അമ്മ എപ്പോഴും ഇവരോട് കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ മക്കൾ എപ്പോഴും സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും ആഴപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയിലേക്ക് വളരട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.